ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തിരുപ്പതിയിലേക്കുള്ള യാത്രയിലാണ്. തിരുപ്പതിയിലേക്കുള്ള യാത്രയിലേക്ക് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് ഷോപ്പിൽ നിന്നാണ്, അതായത് കോലഴിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. വീട്ടിൽ നിന്നുള്ള വീഡിയോസ് എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തൃശ്ശൂർ വടക്കുന്നാഥിൻ്റെ മുമ്പിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റുന്ന കാരണം കൊണ്ട് അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ കുതിരാൻ കഴിഞ്ഞിട്ട് അവിടെ ഒരു സ്ഥലത്തുനിന്ന് റെസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങിയതാണ്, ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അതിനിപ്പോൾ അവിടെ നിന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതീക്ഷിക്കാണ്ട് വാളയാർ എത്തിയപ്പോൾ വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം പറ്റി. അതിൻ്റെ സെൻസർ എന്തോ കംപ്ലയിൻറ്റ് വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിലാണ് പോണത്. ബസ്സിൻ്റെ പ്രശ്നമായതുകൊണ്ട് അതിൻ്റെ സർവീസ് സെൻറ്ററിൽ നിന്ന്, അതായത് കമ്പനിയുടെ സർവീസ് സെൻറ്ററിൽ നിന്ന് ആൾ വരേണ്ടി വന്ന കാരണം കൊണ്ട് ഒരു 4-5 മണിക്കൂർ ഞങ്ങൾക്ക് അവിടെ നഷ്ടമായി. ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ യാത്ര തിരിച്ചത്. ഒരു 12 മുതൽ 14 മണിക്കൂറോളം നമുക്ക് റണ്ണിങ് ടൈം വേണം തിരുപ്പതി എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ റൂം എടുത്തിട്ടുള്ളത് പത്മാവതി അമ്മ ടെമ്പിളിൻ്റെ തൊട്ടാണ്. പത്മാവതി അമ്മ ടെമ്പിളിൻ്റെ നിയറസ്റ്റ് ആയിട്ട്, ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ അവിടെ ചെന്നു. ഒരു 10 കുട്ടികളടക്കം ഏതാണ്ട് 50 ആളുണ്ട്. നമ്മൾ യാത്രയൊക്കെ സുഖമായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്രയായാലും ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും വഴി വരുമ്പോൾ നമുക്ക് മേലൊക്കെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ട്രെയിനിന് ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് വരാമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആൾക്കാർ കൂടുതലുണ്ടായിരുന്ന കാരണം കൊണ്ട് അത്രയും ആൾക്കാർക്കുള്ള തിരിച്ചു വരാനും അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റ് ബുക്കിംഗ് നമുക്ക് കിട്ടിയില്ല. കുറച്ച് ആൾക്കാർ റിസർവേഷനായിരുന്നു, കുറച്ച് ആൾക്കാർ വെയിറ്റിംഗ് ലിസ്റ്റിൽ വന്നു, കുറച്ച് ആൾക്കാർ കിട്ടാണ്ട് വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ ആകെയുള്ളൊരു പോകാൻ വഴി എന്ന് പറയുന്നത് ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ വന്നിറങ്ങി. തിരുച്ചെന്നൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പത്മാവതി അമ്മ ടെമ്പിൾ തിരുപ്പതി ടൗണിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ മാറിയിട്ടാണ് സ്ഥിതി ചെയ്യണത്. കഴിഞ്ഞ തവണ പോയപ്പോഴും നമ്മൾ ഇവിടെ തന്നെ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാനും വരാനും ഒരുവിധം നല്ല സൗകര്യം അതൊക്കെ കണക്കാക്കിയിട്ടാണ് ഇവിടെ എടുത്തത്. തന്നെയല്ല, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവിടുത്തെ താമസം നമുക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. ഒരു അഫോർഡബിൾ റേറ്റും ഒരു അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ പത്മാവതി അമ്മ ടെമ്പിളാണ് കാണുന്നത്. അവിടേക്ക് ദർശനം കഴിഞ്ഞ് ഇറങ്ങണ വഴിയാണിത്. ഇനിയിപ്പോൾ നമ്മൾ ഇതാണ് സൂര്യ ഹോട്ടൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരുവിധം അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട് കേട്ടോ. ഭക്ഷണമൊക്കെ നമ്മൾ പാകം ചെയ്ത് കൊണ്ടുവരിക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിവിടെ നമുക്ക് മുകളിൽ ഇരുന്ന് കഴിക്കാൻ ഓപ്പൺ ടെറസും കാര്യങ്ങളും ഉണ്ട്. റൂംസ് അവൈലബിൾ ആണ്. ഇനി ഫ്രഷപ്പ് ആവണവർക്ക് ജസ്റ്റ് രാവിലെ വന്ന് ഫ്രഷപ്പ് ആയിട്ട് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതിനും അവിടെ സൗകര്യങ്ങളുണ്ട്. പെർ പേഴ്സണ് 200 രൂപയോ അങ്ങനെ എന്തൊക്കെയോ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ റൂമിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം നമുക്ക് കാണാം. പോയി വന്നതിൻ്റെ, അതായത് ഇത്രയും വഴി യാത്ര ചെയ്ത് വന്നതിൻ്റെ നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോരല്ലേ. അപ്പോൾ വന്നപ്പോഴേ ഓരോരുത്തർ കിടപ്പിലൊക്കെയാണ്. പക്ഷേ നമുക്ക് ഫ്രഷായിട്ട് ഇറങ്ങണം പെട്ടെന്ന് തന്നെ. ഇതാണിപ്പോൾ റൂമിൻ്റെ ഒരു അവസ്ഥ. അത്യാവശ്യം നല്ല ബെഡ് സൗകര്യങ്ങൾ, ചൂടുവെള്ളം, അത്യാവശ്യം ഹൈജീനായിട്ടുള്ള ഒരു വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ജനലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പത്മാവതി അമ്മ ടെമ്പിളിലെ ഗോപുരമൊക്കെ കാണാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ്. അങ്ങനെ ഇനിയിപ്പോൾ 9 മണിക്ക് തന്നെ എല്ലാവരോടും ഫ്രഷായിട്ട് ചെല്ലാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ടെറസിൽ അവിടെ ഇവിടുന്ന് തയ്യാറാക്കി കൊണ്ടുപോയിട്ടുള്ള ടിഫിനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മുകളിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ച നല്ല ഗംഭീരമാണ്, നല്ല രസമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമ്മൾ ഇവിടെ തന്നെയാണല്ലോ റൂം എടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ദീപാവലി ആയിരുന്ന സമയത്തായ കാരണം കൊണ്ട് അവിടെ ആഘോഷങ്ങൾ രാത്രിയായ സമയത്ത് കംപ്ലീറ്റ് വർണ്ണാഭമായിരുന്നു. പടക്കം പൊട്ടിക്കലും കമ്പിത്തിരി കത്തിക്കലും അങ്ങനെ മൊത്തത്തിൽ നല്ല രസമായിട്ടുള്ളൊരു വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മയിലാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ദീപാവലിക്ക് വരാൻ പറ്റിയില്ല. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ വരുന്നത്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം യാത്രയും കാര്യങ്ങളും ക്ലൈമറ്റും ഒരു പരിധി വരെ കുഴപ്പമില്ല. നല്ലോണം തണുപ്പായി വരണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തിരുപ്പതിയിൽ വന്ന് ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊരു 5-6 കിലോമീറ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴത്തുള്ള അമ്പലമായിട്ടുള്ള പത്മാവതി അമ്മ ടെമ്പിൾ നമുക്ക് കാണാൻ പറ്റും. ഇനി താഴത്ത് കാണാൻ പറ്റിയ, അതായത് ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾക്ക് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് പത്മാവതി അമ്മ ടെമ്പിൾ, ഗോവിന്ദരാജ ടെമ്പിൾ എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നിന്നൊരു 5 കിലോമീറ്റർ ദൂരം നമുക്ക് കപിലതീർത്ഥം, ഏകദേശം ആ 5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഇസ്കോൺ ടെമ്പിളും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്കവിടെ ഒരു 5 to 10 കിലോമീറ്റർ ചുറ്റളവിൽ പോയി കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഇത് കൂടാണ്ട് പിന്നെ അവിടെ
ടാക്സിക്കാർ ഷെയർ ടാക്സി ആയിട്ടും പാക്കേജായിട്ടും വരുന്ന ആൾക്കാർക്ക് 10 ആൾ 50 ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഈ സ്ഥലങ്ങളെല്ലാം ഒരു 10-20 ക്ഷേത്രങ്ങൾ നമുക്കവിടെ കാണിക്കുന്നുണ്ട്. എക്സ്ട്രാ കാളഹസ്തിയിലേക്ക് പോലും, അതായത് 40 കിലോമീറ്റർ ദൂരം ഉണ്ട് വരുന്ന കാളഹസ്തിയിലേക്ക്, അവിടെ പോലും അവർ ആ പാക്കേജിൽ കൊണ്ടുപോകുന്നുണ്ട്. അതിന് ചെറിയ റേറ്റിൽ വ്യത്യാസം വരുന്നു മാത്രം. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ അമ്പലത്തിൽ പോയി തൊഴണേൻ്റെ കൂടെ തന്നെ ഇതൊക്കെ കാണാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ്. ഇതാണ് നമ്മുടെ ഇപ്പോൾ ഒരു ക്ഷേത്ര നഗരം എന്നുള്ള പോലെയുള്ള എല്ലാവിധ കച്ചവട വസ്തുക്കളും സാധനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പത്മാവതി അമ്മ ടെമ്പിളിൻ്റെ അവിടെയുണ്ട്. മൊത്തത്തിൽ പർച്ചേസിങ്ങിനൊക്കെ മൂടുള്ള ആൾക്കാരാണ്, ഇഷ്ടമുള്ള ആൾക്കാരാണ്, താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഭഗവാന്റേതായ ചിത്രങ്ങൾ, മാലകൾ, കാര്യങ്ങൾ തൊട്ട് ലേഡീസിന് ഇഷ്ടമാവുന്നത് വേറെയും ഒരുപാടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫ്രഷപ്പായി കാലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. എല്ലാവരും ആ യാത്രയുടെ ക്ഷീണമൊക്കെ മാറി ഉഷാറായിട്ട് നേരെ വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് 3 മാസം മുമ്പെങ്കിലും എടുക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് ഉറപ്പായിട്ട്, അപ്പോൾ പിന്നെ ആ സമയം എപ്പോഴാണോ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആ സമയത്ത് പോയിട്ട് നമുക്ക് കാണിച്ചിട്ട് അവിടെ കയറിയാൽ മതി. അതായത് ഒരു 3 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ മുമ്പെങ്കിലും നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറയും. ആ സമയത്ത് നമ്മൾ അവർ പറയണ അത് ഗേറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും പാസിൽ. ആധാർ വെച്ചിട്ട് നമുക്കത് ബുക്ക് ചെയ്യാൻ പറ്റും. ബുക്ക് ചെയ്തതും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സംഭവം അവിടെ കാണിച്ച് അവിടെ കയറിയേ വേണ്ടു. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ആർക്കും ഇവിടെ ബുക്കിംഗ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ നടന്ന് കയറുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ശ്രീവരിമേട്ടു എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മൾ നടന്ന് കയറുക. അപ്പോൾ നടന്ന് കയറാമെന്ന് പറഞ്ഞാൽ 6 മണിക്കാണ് ഒരു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാനവിടെ കഴിഞ്ഞ പ്രാവശ്യം പോയ ഒരു ജീപ്പ് ഡ്രൈവറായിട്ട് പരിചയം ഉണ്ടായിരുന്ന കാരണം അയാൾക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പഴയതുപോലെ അവിടെ നിന്നല്ല ടിക്കറ്റ് കിട്ടണത്. ടിക്കറ്റ് നമ്മൾ തലേ ദിവസം എടുത്തിട്ട് വേണം ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ്. എന്ന് വെച്ചാൽ ക്ഷേത്രനഗരം എന്നുള്ള നിലയ്ക്ക് അവിടെ റോഡും അതുപോലെ അതിൻ്റെ തൂണുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ആ ഭഗവാന്റെ നാമം, അതുപോലെയുള്ള കളറ് പെയിൻറ്റുകൾ എല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ശരിക്കും ആ ഒരു ഫീല് വരും, നല്ല രസമായിട്ടുള്ള ഫീല് വരും. അതുപോലെ മുകളിൽ വഴിവിളക്കുകളൊക്കെ, അതായത് പോസ്റ്റുകളൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ ഗരുഡനെയൊക്കെ മുകളിൽ വെച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതായത് അൽപ്പിരിമേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് നടന്ന് കയറാൻ നമുക്ക് 2 സ്ഥലമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീവരിമേട്ട് അതുപോലെ അൽപ്പിരിമേട്ട്. ഈ 2 സ്ഥലത്ത് നമുക്ക് നടന്ന് കയറാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ നടന്ന് കയറുമ്പോൾ അൽപ്പിരിമേട്ട് വഴിക്കാണ് നടന്ന് കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരം കൂടുതലുണ്ട്. 3550 സ്റ്റെപ്സ് കൂടാണ്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നേരെ നടക്കണം. ഇതാണ് കേട്ടോ കവാടം നമ്മൾ ചെല്ലണ അൽപ്പിരിമേട്ടിൻ്റെ. അതുപോലെ ആ മറ്റേ ചെന്ന് കയറുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടന്ന് കയറാനുള്ള സ്ഥലത്തെ ടിക്കറ്റ് കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 മണിക്ക് ശേഷമാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ചെന്നിട്ടുള്ളത് കാലത്താണ്. ഈ കാലത്ത് മുതൽ ഉച്ച വരെ അവിടെ നമുക്ക് വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം തീരുമാനിച്ചു. അവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ അതേ നമ്മളിവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ, ഇത് ചെക്കിങ്ങിൻ്റെ സ്ഥലമാണ്. നമ്മൾ വണ്ടി ചെക്ക് ചെയ്യേണ്ടി വരും. ഏത് പ്രൈവറ്റ് വണ്ടി ആയാലും അവിടുത്തെ ടാക്സി ആണെങ്കിൽ പോലും അതിൽ നിന്ന് ഇറങ്ങി നമ്മൾ നടന്ന് ആളെ ചെക്ക് ചെയ്യും. നമ്മുടെ കയ്യിലുള്ള ലഗേജ് അവർ ചെക്ക് ചെയ്യും, അത് സ്കാൻ ചെയ്യും, എന്നിട്ട് അപ്പുറത്തേക്ക് കടത്തി നിർത്തും. അത് കഴിഞ്ഞ് വണ്ടിയും സ്കാൻ ചെയ്ത് അപ്പുറത്തേക്ക് വരും. അപ്പോൾ നമ്മുടെ നടന്ന് കയറാമെന്നുള്ള ഒരു കാര്യത്തിന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെന്നിട്ട് സാധാരണ ദർശനം എടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ദർശനം എടുക്കുമ്പോൾ അതിന് കുറച്ച് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സമയം നമുക്കതിൽ ചിലവായിട്ട് വരും. കുറച്ച് സമയം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. സർവ്വദർശനം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്, പറയണത് ഫ്രീ ദർശനം എന്നും പറയും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതാണ്, നമുക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 8 മണിക്കൂർ മുതൽ ചിലപ്പോൾ പിറ്റേ ദിവസം വരയ്ക്കും അതിൻ്റെ സമയം മാറാം. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് സമയം, ഇപ്പോൾ നമ്മൾ കാലത്ത് ചെന്നിട്ട് 4 മണിക്ക് ശേഷം ടിക്കറ്റ് കിട്ടിയിട്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോകുന്നത്, അപ്പോൾ ആ ഒരു സമയം നമ്മളിവിടെ ഒരു ദിവസം വേസ്റ്റ് ആവണ കാരണം കൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ മല കയറാൻ തീരുമാനിച്ചു. നമ്മളങ്ങനെ നേരെ മല കയറുകയാണ്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം സാധാ ക്യൂവിൽ കയറാനാണ് നമ്മുടെ പ്ലാന്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തിരുമല തിരുപ്പതി ദേവസ്വം TTD എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ കീഴിലാണ് ഈ മല മൊത്തം. എന്ന് വെച്ചാൽ ചെറുതൊന്നല്ല, വൈഡായിട്ടുള്ള ഏരിയയാണ്, വലിയൊരു ഏരിയയാണ്.
ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. നല്ല ഇൻഫ്രാസ്ട്രക്ചർ. ഒരു റോഡ് പോലും ഒരു കുഴിയോ കാര്യങ്ങളോ വൃത്തികേടുകൾ കിടക്കുകയോ ചപ്പ് ചവറുകൾ കാണുമോ മാലിന്യങ്ങൾ കാണുമോ ഒന്നും ഉണ്ടാവില്ല. അത് ഓരോ സമയത്ത് അവർ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യും. ഈ തിരുപ്പതി എന്നുള്ള സ്ഥലത്ത് നിന്ന് തിരുമല എന്നുള്ള സ്ഥലത്തേക്കുള്ള ആ ഡിസ്റ്റൻസ് ഏതാണ്ട് ഒരു 10-24 കിലോമീറ്ററോളം വരുന്നുണ്ട്. അത് ഹെയർ പിന്നുകളാണ്, നല്ല ഹൈ റേഞ്ചാണ് കയറിയിട്ടാണ്. അപ്പോൾ ആ മല മൊത്തം കയറിയിട്ടാണ് നമ്മളവിടെ എത്തുന്നത്. വണ്ടിയിൽ പോകുമ്പോൾ അത്രയും സമയം വരും. നടന്ന് കയറുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീവരിമേട്ട് വഴിക്കൊക്കെയാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 2 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കുത്തനെ നടന്ന് കയറുകയാണ്. അത് സ്ലോവിൽ നമ്മൾ നിന്ന് നടന്ന് കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്കത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഇതിപ്പോൾ ചെന്നിട്ട് നമുക്ക് അവിടെ സാധാരണ ദർശനത്തിൻ്റെ വരിയിൽ കയറിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം. ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓരോരോ സമയത്ത് നമുക്കത് മാറി മാറി പോവാം, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി നടന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീവരുമേട്ട് വഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 2388 സ്റ്റെപ്സാണ് ഉണ്ടാവുക. 2 കിലോമീറ്റർ ഏതാണ്ട് കുത്തനെ കയറ്റം വരും. അൽപ്പിരിമേട്ട് വഴിക്കാണ് നമ്മൾ നടന്ന് കയറണമെന്നുണ്ടെങ്കിൽ 3550 സ്റ്റെപ്സോളം വരും. അത് 3 മുതൽ 5 മണിക്കൂർ വരെ നമ്മൾ അതിനു വേണ്ടി ചിലവാകേണ്ടി വരും. മറ്റേതാകുമ്പോൾ ഒരു 2 to 3 മണിക്കൂർ കൊണ്ട് നമ്മൾ മുകളിലെത്തും. രണ്ടിനും അതിൻ്റേതായ സുഖവും വിഷമങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ നോക്കി നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ടായിരിക്കണം നമ്മളത് തിരഞ്ഞെടുക്കേണ്ടത്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കാലത്ത് ചെന്ന് ക്യൂ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മണിക്ക് ക്യൂ നിന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് അവിടെ നിന്ന് ഒരു ടിക്കറ്റ് അടിച്ച് തരും. ഒരു 1400 പടി കയറി കഴിഞ്ഞാൽ വീണ്ടും അതൊന്ന് സ്കാൻ ചെയ്യും. മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ടൈമിൽ സുഖമായിട്ട് നമുക്ക് അവിടെ പോയി ദർശനം എടുക്കാം. അതായത് ഒരു 3 മണിക്കൂറോളം നമുക്കൊരു വരിയിൽ കയറ്റി വിടും അവർ. ഇന്ന ഗേറ്റ് നമ്പർ പറഞ്ഞിട്ടുണ്ടാവും അതിൽ, ആ ടിക്കറ്റിലുണ്ടായിരിക്കും. ആ ഗേറ്റ് നമ്പറിൽ കയറി നിൽക്കുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് മിക്കവാറും, നല്ല തിരക്കുണ്ടെങ്കിൽ മാത്രം കുറച്ച് സമയം കൂടുതൽ വരും, 3-4-5 വരെയൊക്കെ വരാം ഒരു പക്ഷേ എന്നാലും പെട്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ദർശനം നടത്തി പുറത്തേക്ക് വരാൻ പറ്റും. അതാണ് നമുക്ക് നടന്ന് കയറുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ യാത്ര മലയൊക്കെ കയറി മുകളിലെത്തി, ഇപ്പോൾ ഭഗവാന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു ഏരിയ അല്ല. ഞാൻ പറഞ്ഞല്ലോ, മുകളിൽ നല്ല വൈഡായിട്ടുള്ള ഏരിയയാണ്. ഇപ്പം നമ്മളെ വണ്ടിക്കാർ നമ്മളെ കൊണ്ടുപോകുന്നത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ദർശൻ, അതായത് സർവ്വദർശൻ എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ കയറി കഴിഞ്ഞാൽ നടന്ന് നമ്മൾ ആ ഒരു വെയിറ്റ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുക. പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ മൊബൈൽ കാര്യങ്ങളൊക്കെ നമുക്കവിടെ ഏൽപ്പിക്കാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ അവിടെ, അതായത് അമ്പലത്തിലേക്ക് കടത്താൻ പറ്റാത്തതായിട്ടുള്ള സാധനങ്ങൾ അവിടെ ഏൽപ്പിക്കാം. അതിൻ്റെ നമുക്ക് ഫ്രീ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. അത് നമുക്ക് ദർശനത്തിന് ശേഷം പുറത്ത് ഫ്രണ്ടിൽ ഹനുമാൻ്റെയൊക്കെ ഒരു അമ്പലമുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കത് തിരിച്ചെടുക്കാനുള്ള സ്ഥലമുണ്ട്. ഇപ്പം നമ്മളവിടെ ചെന്നിറങ്ങി ഇപ്പം ഈ കാണുന്ന ഗേറ്റിൽ കൂടിയാണ് നമ്മൾ സർവ്വദർശൻ അഥവാ ഫ്രീ ദർശൻ എന്നുള്ള സ്ഥലത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വഴിക്ക് ചെല്ലും. അപ്പോൾ ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ നടന്ന് കയറിയിട്ടുള്ളൊരു അനുഭവം കിട്ടി. അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം പോയപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയിട്ടും ഒരു 2-3 മണിക്കൂർ കൊണ്ട് തിരിച്ചിറങ്ങി പോരാൻ പറ്റി, തൊഴുത് എല്ലാ ദർശനങ്ങളൊക്കെ എടുത്ത് പോരാൻ പറ്റി. ഇപ്രാവശ്യം മൂന്നാമതൊരു അനുഭവമാണ്. അതായത് നമ്മൾ എങ്ങനെയാണ് സാധാരണ ക്യൂവിൽ നിന്നിട്ട് പോകണമെന്നുള്ളതിൻ്റെ ഒരു അനുഭവം കൂടിയും കിട്ടി. അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ അനുഭവങ്ങളാണല്ലോ നമുക്ക് ഭഗവാൻ തരുന്നത്. ഇത് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും നടന്നു കയറാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ വിചാരിക്കണതായിരിക്കില്ല, ഭഗവാൻ നിശ്ചയിച്ചതാണ് നടക്കുക. അതാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഉദാഹരണം എന്ന് മനസ്സിലാവണത്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല ഒരിക്കലും നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. പിന്നെ അവിടെ ചെന്ന് നമ്മളിപ്പോൾ ദർശനമൊക്കെ കിട്ടി ഇറങ്ങണ സമയം എന്ന് പറയണത് ഒരു ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ നിന്നിട്ട് ദർശനം കിട്ടി ഇറങ്ങണത് എത്ര മണിക്കാണെന്ന് വെച്ചാൽ 1 മണി കഴിഞ്ഞ് 1:30 ആയിട്ടാണ് ദർശനം കിട്ടി ഇറങ്ങുന്നത്. 2 മണി വരയ്ക്കും നമുക്കവിടെ ദർശനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ തലമോട്ടടിക്കാനൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കാളഹസ്തിയിലെത്തി. കാലത്ത് നമ്മൾ അവിടെ നിന്ന് നേരെ കാളഹസ്തിയിൽ വന്നിട്ട് കാളഹസ്തിയിലും കൂടിയും ദർശനം എടുത്തിട്ട് എല്ലാവരും പോകാനുള്ള പരിപാടിയാണ്. കാളഹസ്തിയിലേക്ക് മുകളിലേക്ക് നമുക്ക് മൊബൈൽ തീരെ അലൗഡ് അല്ല. ഇവിടെ വന്നപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി
അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഉച്ചയ്ക്ക് തന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു 12 മണിക്കൂറിലും മേലെ നമുക്ക് യാത്രയുണ്ട്. അപ്പോൾ അത്രയും നേരത്തെ യാത്രയുള്ളത് കാരണം കൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ തന്നെ പോരാൻ തീരുമാനിച്ചു. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോരുന്ന വഴിയാണ് തമിഴ്നാട് ആന്ധ്ര ചെക്ക് പോസ്റ്റ് കടന്നു. അപ്പോൾ ആ ഭാഗത്തേക്കാണ് എത്തിയിട്ടുള്ളത്. അടുത്ത ടൗണിലേക്കാണ് എത്തിയിട്ടുള്ളത്. ചിറ്റൂരൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഏകദേശം നമ്മൾ കൃഷ്ണഗിരി ധർമ്മപുരി റൂട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. വരുന്ന വഴിക്ക് റെസ്റ്റ് ചെയ്യാനും ഓരോ ചായ ഒരു ടീ ബ്രേക്ക് എന്നുള്ള നിലയ്ക്കൊക്കെ കുറച്ച് നേരമൊക്കെ നിന്ന് ആയിട്ടാണ് പോരുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുറച്ചും കൂടി നമുക്കിതിൽ ദർശനം കുറച്ചും കൂടി എളുപ്പമാവുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമുക്ക് സ്പെഷ്യൽ എൻട്രി ദർശനം 300 രൂപയ്ക്ക് ഓഫ്ലൈനായിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് എടുക്കാൻ പറ്റും. അതിൻ്റെ സ്ഥലം, അതിൻ്റെ കാര്യങ്ങൾ, അതുപോലെ നമുക്ക് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കുറച്ച് അമ്പലങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ അങ്ങനെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരാം. അതിലെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉൾപ്പെടുത്താം.